പൂജയൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തമ്മിലൊന്ന് കാണണം കേട്ടോ സാറേ. ശരി മാഡം. പൂജയുടെ സമയമായില്ലേടോ? ആയി മാഡം. എന്ന് തുടങ്ങ കേട്ടോ, പെട്ടെന്നായി കേട്ടോ. കസ്തൂരി പ്ലീസ്. വേണ്ട. സ്ത്രീകൾ 3 പേര് വിളക്ക് കത്തിച്ചുടന്ന് ജ്യോത്സ്യര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എടോ താൻ വന്ന് കത്തിച്ചേ. കത്തിക്ക്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. ഓരോരുത്തരും അവരവരുടെ പണി കൃത്യമായിട്ട് ചെയ്തോളണം. എനിക്കെല്ലാം കൂടെ നോക്കി നടത്താനുള്ള സമയം കാണില്ല. എന്നാ പിന്നെ ഡയറക്ടറെ എവിടുന്നാന്ന് വെച്ചാ താനങ്ങ് തുടങ്ങിക്കോ. ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല മാഡം. നേരം വെളുത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നില്ലടോ. നിങ്ങളുടെ കയ്യില് അതൊക്കെ ഓൺ ചെയ്ത് വെച്ചൂടായിരുന്നോ? ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാന്ന് വെച്ചാ അതൊരു ചടങ്ങാ. എന്നാ പിന്നെ നീ അത് നേരത്തെ അങ്ങ് പറഞ്ഞൂടായിരുന്നോ? ആരൊക്കെയാ ചിരിച്ചതെന്ന് നീ നോക്കി വെച്ചോ. ഷൂട്ടിങ് കഴിയുന്നതിനുള്ളില് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തോളണം. അങ്ങനെ മ്യൂസിക് ക്ലാസ് ഉദ്ഘാടനം ഗംഭീരമായല്ലേ? ഭഗവാന്റെ അനുഗ്രഹം. തുടക്കത്തിലൊന്ന് പേടിച്ചതാ. അല്ല, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കുട്ടികളെ സംഘടിപ്പിച്ചെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് അച്ഛന്റെയും മോളുടെയും എടുക്ക. ഈ നാട്ടുകാരോട് അച്ഛനും മോളും ഒക്കെ ഇടപെടുന്നത് അങ്ങനെയാ. ആ സ്നേഹം അവര് തിരിച്ചു കാണിച്ചു. മ്യൂസിക് ക്ലാസ് കൊണ്ട് ഒരുപാട് വരുമാനമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ചെറിയ സഹായമാവും. ഞാൻ വേറൊരു വഴിയും കൂടി കണ്ടിട്ടുണ്ട്.